നമസ്കാരം പ്രിയ പ്രേക്ഷകരെ. ഇന്ന് ജനുവരി 16 വെള്ളിയാഴ്ചയാണ്, മകരം 2. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മൾ ന്യൂസ് ബ്രേക്സിൽ ആദ്യം തലക്കെട്ടുകളിലേക്ക്. ന്യൂസ് ബ്രേക്സ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ഇനി ഈ ദിവസം ഈ വാർത്താ ദിനത്തിൽ വരാൻ പോകുന്ന വാർത്താ സാധ്യതകൾ, പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാകുമെന്ന് നോക്കാം. വിവിധയിടങ്ങളിൽ നിന്ന് 24 പ്രതിനിധികൾ നമ്മളോടൊപ്പം ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തറും, കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേഷും, കൊച്ചിയിൽ നിന്ന് ആൻമരിയ, ഒപ്പം കോട്ടയത്ത് നിന്ന് ടോബി ജോൺസണും ചേരും. ആദ്യം ഷഫീദ് റാവുത്തറിലേക്കാണ്, തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. ഷഫീദ്, ഇന്ന് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുകയാണ്, തിരുവനന്തപുരത്ത് ആരംഭിക്കുകയാണ്. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ മത്സരിക്കും, ആര് നയിക്കുമെന്നത് സംബന്ധിച്ചുള്ള ഏതാണ്ട് വ്യക്തത വരാൻ പോകുന്ന അക്കാര്യത്തിൽ ഇത്തവണത്തെ വ്യവസ്ഥകൾ എന്തൊക്കെയാണ്? ടേം വ്യവസ്ഥ തുടരുമോ, അല്ലെങ്കിൽ അതിൽ ആർക്കൊക്കെ ഇളവ് എന്ന നിർണായകമായ തീരുമാനങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്? വെരി ഗുഡ് മോർണിംഗ്. ഉറപ്പായിട്ടും രണ്ട് പ്രധാനപ്പെട്ട വാർത്തകൾ നമുക്കിന്ന് തെക്കൻ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം. അതിൽ ഏറ്റവും പ്രധാനം CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം തന്നെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കായിട്ടാണ് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുക. കേരളം ഉൾപ്പെടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടുന്ന 5 സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ യോഗം വിലയിരുത്തും. കേരളത്തിൽ വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ CPM-നെ നയിക്കണമെന്ന അഭിപ്രായമാണ് സംസ്ഥാന നേതൃത്വത്തിനുള്ളത്. മുഖ്യമന്ത്രിക്ക് ഇളവ് നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ചയായേക്കും. ടേം വ്യവസ്ഥ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട നിലപാട് സംസ്ഥാന ഘടകം കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കാനും സാധ്യതയുണ്ട്. കേന്ദ്ര കമ്മിറ്റി യോഗം ഞായറാഴ്ചയാണ് സമാപിക്കുക. തദ്ദേശ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച അവലോകനവും ചർച്ചയാകും. ദേശീയ രാഷ്ട്രീയ സാഹചര്യവും അവലോകനം ചെയ്യുമെന്ന് CPM-യുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്. അതേസമയം രണ്ടാമത്തെ കാര്യം സ്വർണ്ണക്കൊള്ള. രണ്ടാമത്തെ വലിയ വാർത്ത സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ റിമാൻഡിലായ മുൻ ദേവസ്വം ബോർഡ് അംഗം KP ശങ്കരദാസിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും. ഇന്നലെ അദ്ദേഹത്തെ കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി നേരിട്ട് തിരുവനന്തപുരം SP മെഡിഫോർട്ട് ആശുപത്രിയിലെത്തി അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിരുന്നു. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. നിലവിൽ അദ്ദേഹം ആശുപത്രിയിൽ SP ഫോർട്ട് ആശുപത്രിയിൽ തന്നെ തുടരുകയാണ്. എന്നാൽ ഇന്ന് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള പ്രത്യേക സംഘം അദ്ദേഹത്തെ പരിശോധിച്ച് അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ സംബന്ധിച്ച റിപ്പോർട്ട് കോടതിക്ക് കൈമാറും. അതേപോലെ തന്നെ ആശുപത്രി മാറ്റം സംബന്ധിച്ച കാര്യത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്യും. സ്വർണ്ണക്കൊള്ളയിൽ തന്നെ തന്ത്രി കണ്ഠര രാജീവരുടെ രണ്ടാമത്തെ കേസിലെ അറസ്റ്റ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു. തന്ത്രിയെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കം SIT സംഘം ആരംഭിക്കുകയും ചെയ്യും. ഗൂഗിൾ ശരി ഷഫീദ്, ഏതായാലും സ്വർണ്ണക്കൊള്ള കേസിലെ SIT-യുടെ നിർണായക നീക്കങ്ങൾ ഇന്നുണ്ടാകും. ഒപ്പം CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ സ്ട്രാറ്റജി എന്താണ്, ആരൊക്കെ മത്സരിക്കുമെന്ന കാര്യത്തിലൊക്കെ വ്യക്തമായ സൂചനകൾ ഈ കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷം പുറത്തുവരും. 3ാം ബലാത്സംഗ പരാതിയിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. തിരുവല്ല ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചാൽ സെഷൻസ് കോടതിയെ സമീപിക്കാനാണ് പ്രതിഭാഗത്തിന്റെ തീരുമാനം. വിവരങ്ങളുമായി അശ്വിൻ പാലായി ചേരുന്നുണ്ട്. അശ്വിൻ, അന്വേഷണ സംഘത്തിന് കോടതിയിൽ വാദിക്കാൻ കുറെ കാര്യങ്ങളുണ്ട്. അന്വേഷണവുമായി സഹകരിക്കുന്നില്ല, ഡിജിറ്റൽ ഡിവൈസുകൾ തുറക്കാൻ സമ്മതിച്ചിട്ടില്ല, പാസ്വേഡ് നൽകുന്നില്ല, ഒക്കെയുള്ള ആരോപണങ്ങളുണ്ട്, അല്ലെങ്കിൽ പ്രോസിക്യൂഷന്റെ വാദങ്ങളുണ്ടാവും. രാഹുലിനും നടപടിക്രമങ്ങളിലെ വീഴ്ച അല്ലെങ്കിൽ തെളിവുകളില്ല എന്നതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാഹുലിന്റെ അഭിഭാഷകരും പറയുന്നുണ്ടായിരുന്നു. ഇന്ന് എങ്ങനെയാവും കോടതി നടപടികൾ? ഗൂഗിൾ ഇന്ന് 11 മണിയോടുകൂടിയാണ് രാഹുലിന്റെ ജാമ്യാപേക്ഷ തിരുവല്ല 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കുക. ഏറ്റവും പ്രധാനമായി കഴിഞ്ഞ ദിവസം ഈ റിമാൻഡ് കസ്റ്റഡി അപേക്ഷ നൽകിയപ്പോൾ ഈ കസ്റ്റഡി അപേക്ഷ എതിർത്തുകൊണ്ട് പ്രോസിക്യൂഷൻ പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഇനി കസ്റ്റഡി ആവശ്യമില്ല, ആവശ്യത്തിന് ചോദ്യം ചെയ്യാനുള്ള സമയം അറസ്റ്റ് ചെയ്ത ദിവസം തന്നെ കിട്ടിയിരുന്നു എന്നുള്ളതാണ്. ഇന്ന് ജാമ്യാപേക്ഷ നൽകുമ്പോൾ അതിലും പ്രധാനമായും പ്രോസിക്യൂഷൻ വാദിക്കുന്നത് ആവശ്യമായ സമയം കസ്റ്റഡി കാലാവധിയിൽ ചോദ്യം ചെയ്യലിനും മറ്റുമൊക്കെ ലഭിച്ചു എന്നുള്ളത് തന്നെയാണ്. അതിനപ്പുറത്തേക്ക് കേസ് കെട്ടിച്ചമച്ചതാണെന്നും അറസ്റ്റ് നടപടികളടക്കം ഗുരുതരമായ വീഴ്ച പോലീസിനുണ്ടായി എന്നും ഒക്കെയുള്ള കാര്യങ്ങളും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒപ്പം ഇന്നലെ ഫെനി നൈനൻ പുറത്തുവിട്ട ചാറ്റുകളുടെ വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ ഈ രാഹുലിന്റെ അഭിഭാഷകന് കൈമാറുകയും അത് കോടതിയിൽ നൽകുകയും ചെയ്തതാണ്. ഈ കാര്യങ്ങളടക്കം ഇന്ന് ജാമ്യാപേക്ഷയെ പരിഗണിക്കുമ്പോൾ പ്രതിഭാഗം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും അതിനപ്പുറത്തേക്ക് ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നില്ല, അന്വേഷണത്തോട് ഒരു തരത്തിലും സഹകരിക്കുന്നില്ല, ഇനിയും തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാകും പ്രോസിക്യൂഷൻ ഇന്ന് വാദിക്കുക. എന്തായാലും രാഹുലിനെ സംബന്ധിച്ച നിർണായകമാണ് ഇന്ന് ഈ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചില്ല എങ്കിൽ മേൽക്കോടതിയെ സമീപിക്കാനാണ് രാഹുലിന്റെ അഭിഭാഷകന്റെ തീരുമാനം. സ്വാഭാവികമായും മജിസ്ട്രേറ്റ് കോടതിക്ക് കേസിൽ ജാമ്യം നൽകാനാകുമോ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് ജാമ്യം നിഷേധിക്കപ്പെടാനാണ് സാധ്യത. ശരി, അശ്വിൻ പാലാഴിയുടെ വിവരങ്ങൾ നൽകിയത്. 3ാമത്തെ കേസിൽ അറസ്റ്റിനെ തുടർന്ന് രാഹുൽ സമാനതകളില്ലാത്ത പ്രതിഷേധമാണ് എല്ലായിടത്തു നിന്നും പോകുന്ന വഴിക്കെല്ലാം നേരിട്ടത്. ഇന്നത്തെ കോടതി വിധി, ജാമ്യാപേക്ഷയിലുള്ള കോടതി വിധി നിർണായകമാണ്. ഇതുവരെ ചിരിച്ചു നിന്ന രാഹുൽ എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കാൻ സാധ്യതയുണ്ട്, ഒരുപക്ഷെ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ.
കേരള കോൺഗ്രസ് എമ്മിന്റെ നിർണായക സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഇന്ന് കോട്ടയത്ത് ചേരും. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിലയിരുത്താൻ വേണ്ടിയാണ് യോഗം ചേരുന്നതെങ്കിലും മുന്നണി മാറ്റ വിവാദങ്ങളും ചർച്ചയാകും. നേതാക്കൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ടായെങ്കിലും ഒറ്റക്കെട്ടായി നിൽക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് ജോസ് കെ മാണിക്ക് ആശ്വാസമാണ്. ടോബി ജോൺസൺ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ടോബി, നിൽക്കുന്നെങ്കിൽ ഒരുമിച്ച് അതിനി എവിടെയായെങ്കിലും എന്നതാണ് ജോസ് കെ മാണിയുടെ ചെയർമാന്റെ തീരുമാനവും നിലപാടും. റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും പരസ്യമായി തന്നെ ഇടതിനൊപ്പം LDF തുടരുമെന്ന് പ്രഖ്യാപിക്കുന്നു. ഇപ്പോഴും പ്രതീക്ഷ വെക്കുന്നുണ്ട്. ഇന്നലെ പോലും 24 നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞത്, സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് പറഞ്ഞത്, വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ പോലും പ്രതീക്ഷ വെക്കുന്നുണ്ട്. എന്താണ് സാധ്യത? ഗോകുൽ, തീർച്ചയായിട്ടും ഇപ്പോഴും UDF പ്രതീക്ഷ വെക്കുന്നു. അതിനുള്ള കാരണം LDFൽ നിന്നുമില്ല, അതായത് LDF ഇട്ട് പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജോസ് കെ മാണി കഴിഞ്ഞ ദിവസം നടത്തിയ ആ ഒരു വാർത്താ സമ്മേളനത്തിലെ ചില വാക്കുകൾ തന്നെയാണ് ഇപ്പോഴും UDFന് പ്രതീക്ഷ നൽകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരള കോൺഗ്രസ് എവിടെയാണോ അവിടെയായിരിക്കും ഭരണമുണ്ടാകുക എന്നുള്ള ആ ഒരു പ്രസ്താവന. അതോടൊപ്പം തന്നെ പാർട്ടിക്കുള്ളിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ നടന്നു എന്ന് ജോസ് കെ മാണി തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഈ രണ്ട് കാര്യങ്ങളിലാണ് UDFന് പ്രതീക്ഷയുള്ളത്. അതുകൊണ്ടാണ് ഇന്നലെ നമ്മളോട് UDFന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ, ആ വാതിൽ അടച്ചിട്ടില്ല എന്നുള്ളൊരു പ്രതികരണം UDF നേതാക്കൾ നടത്തിയത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം ഉണ്ടായ ചർച്ചകൾ ഈ ജനപ്രതിനിധികളായിട്ട് ജയിച്ചു വന്ന MLA മാർക്കിടയിലും അതുപോലെ തന്നെ മന്ത്രി റോഷി അഗസ്റ്റിനിടയിലുമൊക്കെ ഉണ്ടായ ആ ഒരു ഭിന്നതയാണ്. അതിൽ രണ്ട് വിഭാഗം ഉണ്ടായി. അതായത് തെരഞ്ഞെടുപ്പ് വിശകലനത്തിൽ UDFനൊപ്പം നിൽക്കുന്നതാണ് നല്ലതെന്ന അഭിപ്രായം ചില നേതാക്കൾ മുന്നോട്ട് വെച്ചു. എന്തായാലും ഈ കാര്യത്തിൽ പെട്ടെന്ന് ഒരു തീരുമാനം വേണ്ട, പിളർപ്പിലേക്കൊന്നും പോകണ്ട, ഒരു തീരുമാനമെടുത്താൽ അത് ഒറ്റക്കെട്ടായിട്ട് മതി, നിലവിൽ നമുക്ക് LDFൽ നിൽക്കാമെന്നുള്ള ഒരു അഭിപ്രായ സമന്വയം ഉണ്ടാക്കാൻ ജോസ് കെ മാണിക്ക് സാധിച്ചു. അതുകൊണ്ടാണ് ജോസ് കെ മാണി അത്ര കോൺഫിഡന്റ് ആയിട്ട് ആ ഒരു നിലപാട് പരസ്യമായി പ്രഖ്യാപിച്ചതും. എന്നാൽ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. കൂടുതൽ നേതാക്കൾക്ക് UDFനൊപ്പം പോകണമെന്നുള്ള ഒരു താല്പര്യമുണ്ട്. അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നേരത്തെയും സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ അവർ നടത്തിയിട്ടുള്ളതുമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ കണ്ടതാണ്, പിണറായി വിജയനെയും സർക്കാരിനെയും ഒക്കെ വിമർശിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ കൂടുതൽ നേതാക്കൾ ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നേരത്തെ ജോസ് കെ മാണി തന്നെ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, സഭാ നേതൃത്വം കൂടുതലായും ബന്ധപ്പെട്ടിട്ടുള്ളത് താഴെത്തട്ടിലുള്ള നേതാക്കളുമായിട്ടാണ്. സംസ്ഥാന നേതാക്കളോടോ ചെയർമാനോടോ ഒന്നും തന്നെ ഈ മുന്നണി മാറ്റത്തെക്കുറിച്ച് ഒരു ചർച്ചകളും സഭാ നേതൃത്വവും നടത്തിയിട്ടില്ലെന്ന് പറയുന്നു. ഈ താഴെത്തട്ടിലുള്ള നേതാക്കൾ എന്ന് പറയുമ്പോൾ അവർ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഉള്ളവരാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്തരത്തിലുള്ള ആളുകൾ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഈ അഭിപ്രായം പറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതാണ് UDF ഇപ്പോഴും ഒരു പ്രതീക്ഷ വെച്ചു പുലർത്തുന്നത്. എന്നാൽ മറുവശത്ത് LDF തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ജോസ് കെ മാണിയുടെ പ്രതികരണത്തെ അവർ പോസിറ്റീവായി തന്നെ കാണുന്നു. മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾ ഈ കേരള കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളുമായി സംസാരിച്ചു. ജോസ് കെ മാണിയോടും അതുപോലെ തന്നെ മന്ത്രി റോഷി അഗസ്റ്റിനോടും ഒക്കെ നേരിട്ട് കാര്യങ്ങൾ സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. LDF ഇട്ട് പോകില്ല എന്നുള്ളൊരു ഉറപ്പ് അവർക്കും ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൂടുതൽ ആളുകളുടെ, കൂടുതൽ പാർട്ടി പ്രവർത്തകരുടെ നിലപാട് എന്ത് എന്നുള്ളത് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഈ സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് ശേഷം ഒരു സംസ്ഥാന സമിതി കൂടി ചേർന്ന് കൂടുതൽ ചർച്ചകൾ ഈ വിഷയത്തിൽ വരികയാണെങ്കിൽ ഒരുപക്ഷെ ജോസ് കെ മാണിക്ക് നിലപാട് മാറ്റേണ്ടി വരുമോ എന്നുള്ളതാണ് ചോദ്യം. എന്നാൽ കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു തീരുമാനം ഒരു വിഷയാധിഷ്ഠിതമായിട്ടല്ല ഈ തീരുമാനം എടുക്കുന്നതെങ്കിൽ അത് ജനങ്ങൾക്കിടയിൽ വലിയ അവമതിപ്പുണ്ടാക്കാനുള്ള സാഹചര്യമുണ്ട്. പാർട്ടി ഭരണത്തിന് വേണ്ടി കൂറുമാറുന്ന ഒരു പാർട്ടിയായി തന്നെ വിലയിരുത്തപ്പെടുത്തും. അതുകൊണ്ട് തന്നെ നോക്കിക്കണ്ടുമുള്ള തീരുമാനങ്ങളെ ജോസ് കെ മാണിയും കൂട്ടരും എടുക്കൂ എന്നുള്ള കാര്യത്തിലും വ്യക്തതയുണ്ട്. ഗൂഗിൾ. ശരി ടോബി, ഏതായാലും ജോസ് കെ മാണിയുടെ വാക്കുകളിൽ വിശ്വാസം അർപ്പിക്കുകയാണ് കാനം രാജേന്ദ്രനും, ബിനോയ് വിശ്വവും ഒപ്പം തന്നെ പിണറായി വിജയനും MV ഗോവിന്ദൻ മാഷും ഒക്കെ. ഇനി അതല്ല, കേരള കോൺഗ്രസിന്റെ സ്റ്റിയറിംഗ് എങ്ങോട്ടെന്ന് അക്ഷരാർത്ഥത്തിൽ നിശ്ചയിക്കുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി തന്നെയാണ്. ഇടത്തോട്ടോ വലതോട്ടോ എന്നതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ ആകാംക്ഷ. ടോബി ജോൺസൺ ആണ് വിശദാംശങ്ങൾ കോട്ടയത്ത് നിന്ന് നൽകിയത്. ഇനി നിഖിൽ പ്രമേശിലേക്കാണ്, കോഴിക്കോടേക്കാണ് പോകുന്നത്. നിഖിൽ, വടക്കൻ കേരളത്തിൽ ചൂടുപിടിക്കുന്നത് ടോളിലുള്ള പ്രതിഷേധമാണ്. പണി തീരും മുമ്പേ പിരിവ് തുടങ്ങിയതിലുള്ള അമർഷവും പ്രതിഷേധവും പലയിടങ്ങളിൽ. കുമ്പളയിൽ നമ്മൾ കണ്ടു. ഇപ്പോൾ കോഴിക്കോടേക്ക് വരുമ്പോൾ ഇന്നലെ പ്രത്യക്ഷ സമരത്തിലേക്ക്, പ്രതിഷേധത്തിലേക്ക്, ടോൾ തടയുന്ന, പിരിവ് തടയുന്ന നിലയിലേക്ക് കോൺഗ്രസ് പോയി. ഇന്നും ആ പ്രതിഷേധങ്ങൾ തുടരാനാണ് സാധ്യത. അതിനപ്പുറത്തേക്ക് നിയമ നടപടികളിലേക്ക് ഈ പ്രദേശവാസികൾ, ആക്ഷൻ കൗൺസിലൊക്കെ നീങ്ങുമോ? ഗോകുൽ, ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ തന്നെ മലബാറിൽ രണ്ടിടങ്ങളിൽ സമാനമായിട്ടുള്ളൊരു പ്രതിസന്ധി ഇപ്പോഴുണ്ട്. കുമ്പളയിൽ നേരത്തെ തന്നെ ഈ പ്രതിഷേധങ്ങൾ ആരംഭിച്ചിരുന്നു.
നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം 60 മീറ്റർ ചുറ്റളവിൽ ഒരു ടോൾ ബൂത്ത് എന്നുള്ളതായിരിക്കണം നിയമം. എന്നിരിക്കെ 25 കിലോമീറ്റർ കഴിയുമ്പോൾ തന്നെയാണ് കുമ്പളയിൽ ടോൾ വരുന്നത് എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാദം. അതുകൊണ്ട് തന്നെ ഇത് അനുവദിക്കാൻ കഴിയില്ല, ഇത് അശാസ്ത്രീയമാണ് തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അവിടെ AKM അഷ്റഫ് MLA നേതൃത്വത്തിലുള്ള സമരം കഴിഞ്ഞ കുറേയധികം ദിവസമായി നടക്കുന്നത്. പലതരത്തിൽ MLA അറസ്റ്റ് ചെയ്യുന്നു, പോലീസുമായി കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതൊക്കെ തുടർച്ചയായി സംഭവിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കുമ്പളയിൽ കാണാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ കോഴിക്കോട് വെങ്ങളം രാമനാട്ടുകര റീച്ചിൽ പന്തീരങ്കാവിൽ ഇന്നലെയാണ് ടോൾ പിരിവ് ആരംഭിച്ചത്. ഇതേ തുടർന്ന് ഇന്നലെ DCC പ്രസിഡന്റ് K പ്രവീൺകുമാറിന്റെ നേതൃത്വത്തിൽ ഈ ടോൾ പിരിക്കുന്നത് തടയാൻ ശ്രമം നടത്തുകയും തുടർന്ന് പോലീസുമായ ഒരു കയ്യാങ്കളിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്ന സാഹചര്യമുണ്ടായി. ഇന്ന് അതിൻ്റെ ഒരു വർദ്ധിത വീര്യത്തിലുള്ള സമരം കാണാൻ കഴിയുമെന്നാണ് DCC പറയുന്നത്. കാരണം അവർ മുന്നോട്ട് വയ്ക്കുന്ന ചില കാര്യങ്ങളുണ്ട്. പ്രദേശവാസികളായിട്ടുള്ള ആളുകൾക്ക് പൂർണ്ണമായി ഇളവ് അനുവദിക്കുക. അവർ നിരന്തരം ഇങ്ങനെ ഈ ടോൾ പ്ലാസയിലൂടെ കടന്നു പോകേണ്ടുന്ന ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് പൂർണ്ണമായി ഇളവ് അനുവദിക്കുക. നിലവിലത്തെ സാഹചര്യത്തിൽ അവർക്ക് 340 രൂപ അടച്ചുകൊണ്ടുള്ള ഒരു പാസ്സാണ് അനുവദിച്ചിട്ടുള്ളത്. ഇത് പൂർണ്ണമായി ഒഴിവാക്കി അവർക്ക് പരിപൂർണമായി സൗജന്യം അനുവദിക്കുക. മറ്റൊന്ന് ഈ സർവീസ് റോഡുകളുടെ കാര്യമാണ്. സർവീസ് റോഡുകളുടെ നീളം വളരെ കുറവാണ് എന്ന് മാത്രമല്ല യാത്രക്കാർക്ക് നടന്നു പോകാനുള്ള പാതയുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ഒരുക്കണം, അനുബന്ധ സൗകര്യങ്ങൾ പൂർത്തിയാക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവിടെ നാട്ടുകാരും കോൺഗ്രസും ചേർന്നുകൊണ്ട് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ഇന്ന് രാവിലെ 8:30 മുതൽ കടന്നു പോകുന്ന ടോൾ പിരിവ് നടക്കുകയാണെങ്കിൽ അപ്പോൾ വാഹനങ്ങൾ തടയും, അവിടെ പ്രതിഷേധിക്കുമെന്നാണ് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ അറിയിക്കുന്നത്. ശരി നിഖിൽ, ഏതായാലും കരാർ പ്രകാരമുള്ള വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കാതെ തന്നെയാണ് ഈ കൊള്ളപ്പിരിവിലേക്ക് പോകുന്നതെന്നാണ് ആരോപണം. അതിനെതിരെ ശക്തമായ പ്രതിഷേധം കാസർഗോഡ് കണ്ടതാണ്, ഇന്നലെ കോഴിക്കോടും കണ്ടു. അത് തുടരുമെന്നതാണ് കോൺഗ്രസിന്റെയും നിലപാട്. മുംബൈ അടക്കമുള്ള മഹാരാഷ്ട്രയിലെ 29 കോർപ്പറേഷനുകളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിന്റെ ഫലം ഇന്നറിയാം. രാവിലെ 10 മണിയോടെ വോട്ടെണ്ണൽ ആരംഭിക്കും. ശിവസേനയുടെയും താക്കറെ കുടുംബത്തിന്റെയും നിയന്ത്രണത്തിലുള്ള മുംബൈയുടെ ഭരണം ഇത്തവണ BJPയും ഷിൻഡെ പക്ഷവും പിടിക്കുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. 130-ലേറെ സീറ്റുകൾ BJP സഖ്യത്തിന് പ്രവചിക്കുന്നുണ്ട്. ഇന്നലെയാണ് വോട്ടെടുപ്പ് നടന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് ഇറാൻ 800 വധശിക്ഷകൾ നിർത്തിവെച്ചതായി വൈറ്റ് ഹൌസ്. പ്രതിഷേധക്കാർക്ക് നേരെയുള്ള അടിച്ചമർത്തൽ തുടർന്നാൽ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഇറാന് ട്രംപ് താക്കീത് നൽകിയെന്നും വൈറ്റ് ഹൌസ് വക്താവ് കരോലിൻ ലെവിറ്റ് വ്യക്തമാക്കി. പ്രക്ഷോഭകർക്കെതിരെ അക്രമാസക്തമായ അടിച്ചമർത്തൽ നടത്തിയെന്നാരോപിച്ച് 5 ഇറാനിയൻ ഉദ്യോഗസ്ഥർക്കെതിരെ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് വൈറ്റ് ഹൌസിന്റെ പ്രതികരണം. തനിക്ക് ലഭിച്ച നൊബേൽ സമ്മാന മെഡൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സമ്മാനിച്ചതായി വെനസ്വേലൻ പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മച്ചാഡോ. ട്രംപ് മെഡൽ സ്വീകരിച്ചോ എന്ന് മച്ചാഡോ വ്യക്തമാക്കിയില്ല. ട്രംപും മച്ചാഡോയും വൈറ്റ് ഹൌസിൽ നടത്തിയ ആദ്യ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മച്ചാഡോ. UPയിൽ മതപരിവർത്തനം ആരോപിച്ച് കസ്റ്റഡിയിലെടുത്ത മലയാളി പാസ്റ്റർ ജയിലിൽ. തിരുവനന്തപുരം സ്വദേശി ആൽബിനാണ് കാൺപൂർ ദെഹാത്ത് ജയിലിലുള്ളത്. കഴിഞ്ഞ 13-നാണ് കാൺപൂരിനടുത്ത് ഘാട്ടംപൂരിൽ ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ പരാതിയെ തുടർന്ന് ആൽബിനെയും കുടുംബത്തെയും കസ്റ്റഡിയിലെടുത്തത്. ഭാര്യയെ പിന്നീട് കസ്റ്റഡിയിൽ നിന്ന് വിട്ടിരുന്നു. ഇന്ന് ജാമ്യത്തിന് ശ്രമിക്കുമെന്ന് സഹപ്രവർത്തകർ അറിയിച്ചു. കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരള യാത്ര ഇന്ന് തിരുവനന്തപുരത്ത് സമാപിക്കും. മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ ജനുവരി 1-ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്ര കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും തമിഴ്നാട്ടിലെ നീലഗിരിയിലും ഉൾപ്പെടെ 16 കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് തലസ്ഥാനത്തെത്തുന്നത്. വൈകിട്ട് പുത്തരിക്കണ്ടം മൈതാനത്ത് വെച്ച് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. ഓരോ ജില്ലകളിൽ നിന്ന് ഉയർന്നുവന്ന പ്രധാന വിഷയങ്ങൾ ഉൾപ്പെടുത്തിയ വികസന രേഖ മുഖ്യമന്ത്രി പിണറായി വിജയന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കൈമാറും. തോപ്പിൽ ഭാസിയുടെ സ്മരണയ്ക്ക് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ള തോപ്പിൽ ഭാസി അവാർഡ് സമർപ്പണം ഇന്ന് നടക്കും. മാധ്യമമേഖലയിലെ സംഭാവനകൾക്ക് 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർക്കാണ് ഇത്തവണ പുരസ്കാരം. 33,333 രൂപയും കാരക്കാമണ്ഡപം വിജയകുമാർ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്നതാണ് തോപ്പിൽ ഭാസി അവാർഡ്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് പുരസ്കാരം നൽകുന്നത്. വൈകുന്നേരം 4 മണിക്ക് നന്ദാവനം N കൃഷ്ണപിള്ള ഫൗണ്ടേഷൻ ഹാളിലാണ് പുരസ്കാര വിതരണം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. 487 പോയിന്റുമായി കണ്ണൂരാണ് ഒന്നാം സ്ഥാനത്ത്. 483 പോയിന്റുമായി കോഴിക്കോടും 481 പോയിന്റുമായി തൃശ്ശൂരും തൊട്ട് പിന്നിലുണ്ട്. ചവിട്ടുനാടകം, തിരുവാതിര, മോണോ ആക്ട് എന്നിങ്ങനെ ഗ്ലാമർ ഇനങ്ങളാണ് ഇന്നും വേദിയിലെത്തുക. സൂരജ് സജിയുടെ തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഇന്നലെ രാത്രി വൈകിയും നിറഞ്ഞ സദസ്സിന് മുന്നിൽ നാടക മത്സരം അരങ്ങേറി. ഇന്നും വലിയ പ്രേക്ഷക അല്ലെങ്കിൽ കാണികളുടെ പങ്കാളിത്തമുള്ള മത്സരങ്ങൾ അരങ്ങിലെത്താനുണ്ട്.
തീർച്ചയായും ഗൂഗിൾ ഇന്നൊക്കെ വലിയ തിരക്ക് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് അവധി ദിവസങ്ങളിലേക്ക് അടുക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയ ജനസാഗരം ഒഴുകിയെത്താനാണ് സാധ്യത. ഇന്നലെ വൈകുന്നേരമൊക്കെ തൃശ്ശൂർ തേക്കിൻകാട് മൈതാനിയിലെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രധാന വേദിയൊക്കെ വലിയ ജനസാഗരമായിരുന്നു, ജനക്കൂട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ 2 ദിനം പിന്നിട്ട് 3-ാം ദിനത്തിലേക്ക് കടക്കുകയാണ്. ഒരു ഫോട്ടോ ഫിനിഷിംഗ് ആകും ഈ ഗോൾഡൻ കപ്പിൽ ഉണ്ടാകുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അത്തരത്തിൽ തന്നെയാണ് പോകുന്നത്. കാരണം ഒരു ഘട്ടത്തിലും ഒരു ജില്ലയ്ക്കും കൃത്യമായ ലീഡ് എടുക്കാൻ കഴിയുന്നില്ല. മാറി മറിയുന്ന ലീഡ് നില. കണ്ണൂരാണ് ഇപ്പോൾ ഒടുവിൽ വന്ന, അതായത് ഇന്നലെ രാത്രിയോടുകൂടി മത്സരങ്ങൾ പൂർത്തിയായത് അടക്കമുള്ള കണക്കുകൾ പുറത്തു വന്നപ്പോൾ കണ്ണൂരാണ് മുന്നിലുള്ളത്. പക്ഷെ അത് ഒട്ടും മുന്നിലെന്ന് പറയാൻ കഴിയില്ല. തൊട്ടു പിന്നിൽ തന്നെ കോഴിക്കോടുണ്ട്. അതിന് തൊട്ടു പിന്നിൽ കഴിഞ്ഞ തവണ കപ്പുയർത്തിയ ആതിഥേയരായ തൃശ്ശൂർ ഉണ്ട്. കഴിഞ്ഞ തവണ തൃശ്ശൂർ കപ്പുയർത്തുന്നത് പോലും അവസാന നിമിഷം ഒരു ഫോട്ടോ ഫിനിഷിംഗിലായിരുന്നു. ആരായിരിക്കും കപ്പുയർത്തുക എന്നത് ഒരു സസ്പെൻസായി അവസാന നിമിഷവും അവശേഷിക്കുന്നത് നമ്മൾ കണ്ടത് തന്നെയാണ്. ഇക്കുറി തൃശ്ശൂരിലേക്കും കലോത്സവം എത്തുമ്പോൾ അത്തരത്തിൽ തന്നെയാണ് 2 ദിവസങ്ങളിലേക്ക്. ഇന്ന് പ്രധാന ഇനങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ചവിട്ട് നാടകം എത്തുന്നു. അതോടൊപ്പം തന്നെ തിരുവാതിര ഈ പ്രധാന വേദിയിൽ എത്തുന്നു. മോണോ ആക്ട് തുടങ്ങി അങ്ങനെ ജനകീയ കലകളെല്ലാം തന്നെ എത്തുന്നു. 2-3 വേദികളിലും വലിയ തിരക്കാണ് ഇന്നലെയൊക്കെ അനുഭവപ്പെട്ടത്. എന്തായാലും ഇന്ന് ഈ ചവിട്ട് നാടകവും അതോടൊപ്പം തന്നെ നാടകവും അടക്കം എത്തുമ്പോഴേക്കും വലിയ ജനത്തിരക്ക് വിവിധ വേദികളിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി വൈകിയൊക്കെ നാടകവേദിയിൽ നമ്മൾ കണ്ടത് വലിയ തിരക്കായിരുന്നു. മികവുറ്റ നാടകങ്ങൾ, അതായത് പ്രമേയം കൊണ്ട് തന്നെ വ്യത്യസ്തമായ നാടകങ്ങൾ. സ്കിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ കുന്നംകുളത്തെയൊക്കെ വിദ്യാർത്ഥികൾ സ്വന്തമായി ചിട്ടപ്പെടുത്തിക്കൊണ്ടുവന്ന നാടകം, അവർ അതിൽ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ പ്രമേയങ്ങൾ, അത് ഒരു പിഞ്ചു മനസ്സിൽ നിന്നുണ്ടാകുന്നു എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്നതാണ്. അങ്ങനെ പ്രമേയങ്ങളിലൂടെ എല്ലാം തന്നെ വ്യത്യസ്ത പുലർത്തുന്ന മികവാർന്ന ഒരു കലോത്സവമാണ്. ഇന്ന് 3-ാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ ആവേശം ഇരട്ടിക്കുകയാണ് ഗൂഗിൾ. ശരി സൂര്യ, ഏതായാലും ഈ ആശയ സമ്പുഷ്ടമായും അതുപോലെ തന്നെ അവതരണത്തിലെ അവിസ്മരണീയമായ മുഹൂർത്തങ്ങൾ കൊണ്ടും അമ്പരപ്പിക്കുന്ന പ്രകടനങ്ങളാണ് ഇന്നലെ കലോത്സവ വേദിയിൽ കണ്ടത്. ഇന്നും അതിനൊട്ടും കുറവുണ്ടായില്ല. അത്തരത്തിലുള്ള ഇനങ്ങളാണ് ഇന്ന് വേദിയിലേക്ക് എത്തുന്നത്. കലോത്സവ വേദികളിലെത്താൻ മത്സരാർത്ഥികൾ ബുദ്ധിമുട്ടേണ്ട. കൃത്യസമയത്ത് ഏത് വേദിയിലേക്കും സൗജന്യമായി എത്തിക്കാൻ ഓട്ടോറിക്ഷകൾ റെഡിയാണ്. തൃശ്ശൂരിൽ DYFIയുടെയും SFIയുടെ നേതൃത്വത്തിലുള്ള കലോത്സവ വണ്ടികളെക്കുറിച്ച് ഹരീഷ്മ വടക്കിനകത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. 64ാമത് സ്കൂൾ കലോത്സവത്തില് 25 വേദികൾ ഈ തൃശ്ശൂർ നഗരത്തിന്റെ വിവിധ ഇടങ്ങളിലായിട്ട്. അതിൽ മത്സരിക്കാനെത്തുന്ന 10,000 കുട്ടികളെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ വേദികളിൽ നിന്ന് വേദികളിലേക്ക് സഞ്ചരിക്കാൻ വേണ്ടി സഹായിക്കുന്ന DYFI DYFIയുടെയും നേതൃത്വത്തിലുള്ള ഒരു കലോത്സവ വണ്ടി. സൗജന്യ യാത്രയാണ് DYFIയുടെയും SFIയുടെയും നേതൃത്വത്തിൽ മത്സരാർത്ഥികൾക്കായുള്ള ഒരു സൗജന്യമായിട്ടുള്ള കലോത്സവ വണ്ടി. ഈ കലോത്സവ വണ്ടിയുടെ ഇതിന്റെ പുറകിലുള്ള കാര്യങ്ങളും സംഭവങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇതിന്റെ സെറ്റപ്പ് നടത്തിയല്ല DYFI SFI ഭാരവാഹികളും അതുപോലെ തന്നെ ഈ വണ്ടികളുടെ സാരഥികളായിട്ടുള്ള ഓട്ടോ ഡ്രൈവേഴ്സും ഞങ്ങളുടെ കൂടെയുണ്ട്. DYFI ജില്ലാ സെക്രട്ടറി റോസൽ രാജ് കൂടെയുണ്ട്. നമുക്ക് ചോദിക്കാം ഈ ആശയത്തിന് പുറകിലുള്ള കാര്യങ്ങൾ. DYFIയും SFIയും അതുപോലെ തന്നെ ഓട്ടോ ഓടുന്ന CITUവിന്റെ പ്രവർത്തകരെല്ലാം ചേർന്ന് ഒരു പ്രവർത്തനം സംഘടിപ്പിക്കാം എന്നതിന്റെ ഭാഗമായിട്ടാണ് സൗജന്യമായി ഇവിടെ വരുന്ന മത്സരാർത്ഥികൾക്ക് ഓട്ടോ സർവീസ് വാഹന ഏർപ്പാട് ചെയ്യുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്റ്റേജ് ടു സ്റ്റേജ് കുട്ടികളെ എത്തിക്കലാണ്. സൗജന്യമാണ്, തീർത്തും സൗജന്യമാണ്. 8 മണിക്ക് വരും. 8 മണിക്ക് വന്നാൽ പിന്നെ ഫുള്ള് കഴിയുന്ന രീതിക്കും എവിടെയും ഏത് സ്റ്റേജിലേക്കും കൊണ്ടുപോകും. 24 സ്റ്റേജ് 25 സ്റ്റേജ് ഉണ്ട്. അവിടേക്ക് എല്ലായിടത്തേക്കും ഓടും ഞങ്ങൾ. SFIയുടെ ഭാരവാഹി കൂടിയുണ്ട്, ജില്ലാ സെക്രട്ടറിയാണ് അനസ്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് എങ്ങനെയാണ് വരുന്നത്? എല്ലാ കലോത്സവത്തിലും SFI വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെയ്യാറുണ്ട്. ഒരു തരത്തിലും വിദ്യാർത്ഥികൾക്ക് യാതൊരു ബുദ്ധിമുട്ടും വേദികളിൽ നിന്ന് വേദികളിലേക്ക് പോകാൻ വേണ്ടി ഉണ്ടാവരുത്. പല മത്സരാർത്ഥികളും ഒന്നിൽ കൂടുതലധികം മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ആളുകളുണ്ടാവും. ഒരു ഇവന്റ് കഴിഞ്ഞ അടുത്ത സ്ഥലത്തേക്ക് എത്തേണ്ടി വരും. ഒരു പ്രയാസവും ഒരു ഘട്ടത്തിൽ ഉണ്ടാവുക എന്നുള്ളൊരു ആശയത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ DYFI SFI സംയുക്തമായിട്ട് അതിൻ്റെ പരിപാടി ആലോചിച്ച് അത് നമ്മൾ നടപ്പിലാക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്. ഈ സൗകര്യം ഉപയോഗപ്പെടുത്തുന്ന കുട്ടികൾ ഞങ്ങളുടെ കൂടെയുണ്ട്. അവരിപ്പോൾ വേദി 1 നിന്ന് 3ലേക്ക് പോകാൻ വേണ്ടി ഇപ്പോൾ വണ്ടിയിൽ കയറിയിരിക്കുകയാണ്. ഇതൊക്കെ മത്സരാർത്ഥികളും അവരുടെ അധ്യാപകരും കൂടിയുള്ളവരുമാണ്. നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം. ഇങ്ങനെ ഒരു സൗകര്യം നിങ്ങൾക്ക് ഇപ്പോൾ ഫലപ്രദമല്ലേ? ഇവിടുന്ന് വേദി 1 തന്നെ ഫ്രണ്ടിൽ തന്നെ നിങ്ങൾക്ക് വണ്ടി കിട്ടുകയാണ് അടുത്ത വേദിയിലോട്ട്. എങ്ങനെയാണ് തോന്നുന്നത്? ഭയങ്കര യൂസ്ഫുൾ ആണ് ഇങ്ങനെ വണ്ടി അങ്ങോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് ചൂടൊക്കെ ഇല്ലാണ്ട് നമുക്ക് നടന്നു പോകാണ്ട് പെട്ടെന്ന് പോകാൻ പറ്റുമല്ലോ. യൂസ്ഫുൾ ആണ് ഭയങ്കര. എന്ത് തന്നെ ആയാലും ഈ ഒരു ചൂട് സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു ചൂടുള്ള അന്തരീക്ഷത്തിലും അതുപോലെ നഗരത്തിലെ തിരക്കിലും ഈ ഒരു സൗകര്യം വിദ്യാർത്ഥികൾക്കായാലും അവരുടെ കൂടെ വന്നിരിക്കുന്ന രക്ഷാകർത്താക്കൾക്കും അധ്യാപകർക്കായാലും ഏറെ ഫലപ്രദമാണ്. അതുപോലെ 25 വേദികളിലേക്കായിട്ട് 10 ഓട്ടോറിക്ഷകൾ ആണ് സൗജന്യമായിട്ട് ഓടാൻ വേണ്ടി ഇങ്ങനെ മത്സരാർത്ഥികളെ കാത്ത് നിരത്തിലുള്ളത്. ക്യാമറമാൻ മനു ദാമോദരനൊപ്പം ഹരിഷ്മ വടക്കിനകത്ത്, 24 തൃശൂർ.
തമിഴ്നാട്ടിൽ പൊങ്കലാഘോഷങ്ങളുടെ ഭാഗമായുള്ള മാട്ടുപൊങ്കൽ ഇന്ന് നടക്കും. കർഷകരെ സഹായിക്കുന്ന കാലികൾക്കുള്ള ആദരമാണ് മാട്ടുപൊങ്കൽ. നാളെ കാണും പൊങ്കൽ ദിനത്തോടെ പൊങ്കലാഘോഷങ്ങൾ സമാപിക്കും. മധുരയിലെ അവണിയാപുരം ജല്ലിക്കെട്ട് മത്സരങ്ങൾ ഇന്ന് നടന്നു. 22 കാളകളെ അടക്കിയ ബാലമുരുകനാണ് മത്സരത്തിൽ ഒന്നാമതായി എത്തിയത്. ഇന്ന് പാലമേടും നാളെ അളങ്കാനല്ലൂരിലും ജല്ലിക്കെട്ട് മത്സരങ്ങൾ നടക്കുന്നുണ്ട്. കേരള മാനേജ്മെന്റ് അസോസിയേഷന്റെ 43ാമത് വാർഷിക മാനേജ്മെന്റ് കൺവെൻഷന് കൊച്ചിയിൽ തുടക്കമായി. മുൻ ഹാബിറ്റാറ്റ് 3 UN ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ കുമരേഷ് സി മിശ്ര കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ക്ലേസിസ് ടെക്നോളജീസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ വിനോദ് തരകൻ രചിച്ച ഹാർമോണിയ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. രാജ്യത്തെ ഏറ്റവും വലിയ മാനേജ്മെന്റ് കൺവെൻഷനാണ് കൊച്ചിയിൽ പുരോഗമിക്കുന്നത്. മാനേജ്മെന്റ്, സമ്പദ് വ്യവസ്ഥ, ആരോഗ്യം, ഇന്നൊവേഷൻ എന്നീ മേഖലകളിലെ മാറ്റങ്ങളെക്കുറിച്ചാണ് 2 ദിവസങ്ങളിലായുള്ള ചർച്ച. 1000-ലധികം പ്രതിനിധികളും 50-ലധികം പ്രഭാഷകരും 200-ലധികം കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ പ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട്. സാമ്പത്തിക മേഖല ആഗോളതലത്തിൽ ഒട്ടേറെ വെല്ലുവിളികൾ നേരിടുന്നുണ്ടെങ്കിലും ഇന്ത്യ സാമ്പത്തികമായി കരുത്താർജിച്ചതായി മുൻ ഹാബിറ്റാറ്റ് 3 UN ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ കുമരേഷ് സി മിശ്ര കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് അനന്ത നാഗേശ്വരൻ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. സാമ്പത്തികാരോഗ്യ രംഗത്തെക്കുറിച്ച് വിനോദ് തരകൻ രചിച്ച പുസ്തകവും ചടങ്ങിൽ പ്രകാശനം ചെയ്തു. Every single registered delegate will receive a free copy of this valuable book authored. ഈ ബുക്കിൻ്റെ സബ്ജക്ട് മാറ്റർ ഇസ് അബൌട്ട് ഫൈനാൻഷ്യൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് മെൻ്റൽ ഹെൽത്ത്. ഇപ്പോൾ US നമ്മൾ ഫൈനാൻഷ്യൽ ഇൻഡസ്ട്രിയാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എങ്ങനെയാണ് പ്രാക്ടിക്കലായിട്ട് ഇത് ചെയ്യാൻ ഒക്കുന്നത് നമ്മൾ ഈ ബുക്ക് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുവാണ്. മുൻ വിദേശകാര്യ സെക്രട്ടറി നിരുപമ റാവു, ആനന്ദ് കുൽക്കർണി കൂടാതെ സാമ്പത്തിക രംഗത്തെ പ്രമുഖരും ഇന്നത്തെ വിവിധ സെഷനുകളിൽ പങ്കെടുക്കും. 24 കൊച്ചി. കാസർഗോഡ് കുമ്പട ജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ പുഷ്പലതയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന്. പ്രാഥമിക അന്വേഷണത്തിൽ കൊലപാതകമെന്നാണ് സംശയം. പുഷ്പലതയുടെ ദേഹത്ത് ബലപ്രയോഗം നടന്നതിന്റെ പാടുകൾ ഇൻക്വസ്റ്റിൽ കണ്ടെത്തി. കഴുത്തിലുണ്ടായിരുന്ന 4 പവനുള്ള മാലയും കാണാതായിട്ടുണ്ട്. മോഷണത്തിനിടെയുണ്ടായ കൊലപാതകമെന്നാണ് സംശയമാണ് ബന്ധുക്കൾക്കും നാട്ടുകാർക്കുമുള്ളത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ ഇതിൽ വ്യക്തത വരുമെന്ന് പോലീസ് അറിയിച്ചു. മലപ്പുറം വേങ്ങര ചേറൂർ PPTM ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു ഭക്ഷ്യമേള നടന്നു. ഒരു സാധാരണ ഭക്ഷ്യമേളയല്ല, ഇന്ത്യയെ ഒരേ പാത്രത്തിലാക്കി രുചിപ്പെടുത്തിയ ഒരു പഠന പാഠം. വിഭവങ്ങളുടെ വൈവിധ്യം മാത്രമല്ല, മനുഷ്യത്വത്തിന്റെ രുചിയും വിളമ്പുന്ന ഒരു സ്കൂൾ ഫെസ്റ്റിലേക്ക്. വേങ്ങര ചെറൂർ PPTMY ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾ ഒരുക്കിയത് ഇന്ത്യയുടെ ഭക്ഷ്യവൈവിധ്യങ്ങൾ ഒറ്റവേദിയിൽ അവതരിപ്പിക്കുന്ന സ്വാതിന്ത്യ എന്ന ഭക്ഷ്യമേള. സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്, NSS ഉൾപ്പെടെയുള്ള വിവിധ ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മേളയിൽ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലെ പരമ്പരാഗതവും പോഷകസമ്പുഷ്ടവുമായ വിഭവങ്ങളാണ് വിദ്യാർത്ഥികൾ തന്നെ തയ്യാറാക്കി അവതരിപ്പിച്ചത്. കശ്മീരി റൊട്ടി, റിസ്ത മുതൽ ഉത്തരേന്ത്യൻ വിഭവങ്ങൾ അടക്കമുള്ള നിരവധി രുചികൾ മേളയിൽ വിൽപ്പനയ്ക്കായി ഒരുക്കിയിരുന്നു. ഇത് കാശ്മീർ സ്റ്റോളാണ്. ചിക്കൻ റിസ്ത ഉണ്ട്, മട്ടൺ റിസ്ത, കബാബ്, ടിക്ക, അതേപോലെ ആപ്പിൾ കീറ്, കാശ്മീരിൽ നിന്ന് കൊണ്ടുവന്ന റൊട്ടി ഉണ്ട്, ഞങ്ങൾ നേരിട്ട് വന്ന് ഇറക്കി കൊടുക്കുന്നതാണ്. അതേപോലെ കാശ്മീരിലുള്ള പലഹാരങ്ങളുണ്ട്, ടോഷ് ഉണ്ട്, അതേപോലെ ബസ്രക്ക് പറഞ്ഞ സ്വീറ്റ് ഐറ്റംസ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ്. ഇന്ത്യയുടെ മുഴുവൻ സംസ്ഥാനങ്ങളിലെയും ഒരു വിഭവങ്ങളും ഞങ്ങൾ ഈ സ്റ്റാളിൽ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പം കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള മുഴുവൻ സംസ്ഥാനത്തെയും ഒരു ഐറ്റമെങ്കിലും ഈ സ്റ്റാളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ അതോടൊപ്പം നമ്മളെ കേരളത്തിലുള്ള മിക്ക ഐറ്റംസും നമ്മളെ വിദ്യാർത്ഥികളും അവരുടെ പേരൻസും വീട്ടിൽ നിന്ന് തയ്യാറാക്കിയ ഐറ്റംസ് ആണ് ഇവിടെ ഈ മേളയിൽ ഒരുക്കിയിട്ടുള്ളത്. ഫെസ്റ്റിന്റെ പ്രത്യേകത രുചിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. മേളയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ഉപയോഗിച്ച് നിലമ്പൂരിലെ ആദിവാസി സ്ത്രീകൾക്ക് ഉപജീവന മാർഗമായി തയ്യൽ മെഷീൻ വാങ്ങി നൽകാനാണ് വിദ്യാർത്ഥികളുടെ ലക്ഷ്യം. ഇതിൽ നിന്ന് കിട്ടുന്ന
കളക്ഷൻ ഉപയോഗിച്ച് നമ്മൾ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള നിലമ്പൂരിലെ ആദിവാസികളായ സ്ത്രീകൾക്ക് ഉപജീവനത്തിനായി തയ്യൽ മെഷീൻ വിതരണത്തിനാണ് ഈ മാസാവസാനം ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണത്തിലൂടെ സമൂഹത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു സ്കൂൾ മാതൃകയാണ് സ്വാദ് ഇന്ത്യ. മലപ്പുറം. ഇതോടെ ന്യൂസ് ബ്രേക്സ് പൂർണ്ണമാകുന്നു.